നമ്മുടെ മക്കൾക്ക് വൈകുന്നേര ചായയുടെ കൂടെ കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഞാനിത് എന്തിനു പറയുന്നു എന്നതിനെക്കുറിച്ച് മുമ്പ് നമുക്ക് പറയാം. മുമ്പ് ഞാനിതുപോലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ബിസ്മി ചൊല്ലുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്ത ആളുകൾക്ക് ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കും, അത് കാണാവുന്നതാണ്. ഇവിടെ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് ആദ്യം നോക്കാം, അതിനുശേഷം മറ്റു വിഷയത്തിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാനിവിടെ ഒരു കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നാടൻ കോഴിമുട്ടയാണ്, നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തുന്ന ഒരു കോഴി ഇട്ട മുട്ടയാണ്. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം ആദ്യം വേണ്ടത്. അതിൻ്റെ വെള്ളക്കരുവും മഞ്ഞക്കരുവും രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അത് അവസാനം വരെ നിങ്ങളെല്ലാവരും കാണണേ. റെസിപ്പി മാത്രം കണ്ടാൽ പോരാ, അതിന് ശേഷമുള്ള വിഷയങ്ങൾ കൂടി കാണുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത നമുക്ക് കൈവരിക്കാൻ കഴിയുന്നത്. മുമ്പ് ഞാനിങ്ങനെ ഒരു വീഡിയോ വിട്ട സമയത്ത് ഒരുപാട് ആളുകൾ ഇനിയും ഇത്തരം വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഒന്നും കൂടെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നല്ല പോലെ മുട്ട അടിച്ച് യോജിപ്പിക്കുകയാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്. ശേഷം നമുക്ക് 2 കപ്പ് മൈദ ചേർക്കാം. അത് ഞാൻ 2 കപ്പാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ 1 കപ്പ് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. എന്നിട്ട് അതിലേക്ക് 2 കപ്പ് മൈദ ചേർക്കുമ്പോൾ 1 കപ്പ് റവ കൂടി ചേർക്കുക. ഇനി 1 കപ്പാണ് മൈദ ചേർക്കുന്നതെങ്കിൽ 1/2 കപ്പ് റവ ചേർത്തിയാൽ മതി. മൈദയുടെ നേരെ പകുതിയായി നമുക്കിതിലേക്ക് റവ ചേർക്കാം. രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം, എൻ്റെ 2 കപ്പ് മൈദ ചേർത്തിയപ്പോൾ എനിക്ക് ഈ പാത്രം പോരാ, കുറച്ച് വലിയ പാത്രം വേണമെന്ന് തോന്നുന്നുണ്ട്. ഞാനതൊന്ന് പാത്രം ഒന്ന് മാറ്റുകയാണ്. അപ്പോൾ 2 കപ്പ് മൈദയും 1 കപ്പ് റവയുമാണ് ഞാൻ അതിൽ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കാം. നമ്മൾ റവ ചേർത്തത് അതേ അളവിൽ തന്നെ പഞ്ചസാര ചേർത്ത്, പിന്നെ മധുരം കൂടുതൽ വേണമെങ്കിൽ അതൊക്കെ ചേർക്കാം. കുറവ് വേണ്ടവർക്ക് അതിനനുസരിച്ച് മധുരം ചേർക്കാവുന്നതാണ്. അപ്പോൾ എത്രയാണ് നമുക്ക് മധുരം ആവശ്യമുള്ളത് എന്ന രൂപത്തിൽ ചേർക്കാം. ഇപ്പോൾ ഈ രൂപത്തിൽ ചേർക്കുകയാകുമ്പോൾ കൂടുതൽ മധുരം ഉണ്ടാവില്ല. പിന്നെ അതോടൊപ്പം അല്പം ഉപ്പ് ചേർക്കണം. പിന്നെ ചിരവിയെടുത്ത തേങ്ങയും ഞാനിതിൽ ചേർക്കും. ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഉപ്പ് ചേർക്കുന്നത് ഏതൊരു മധുര പലഹാരം ഉണ്ടാക്കുമ്പോഴും സ്വല്പം ഉപ്പ് ചേർത്തിയാൽ ആ മധുരം അതിൻ്റെ ആയിരിക്കുന്ന നല്ലൊരു കറക്റ്റായി കിട്ടും നമുക്ക്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ ഏലത്തരി ചേർക്കുന്നു. 2-3 ഏലത്തിൻ്റെ തോല് കളഞ്ഞിട്ടുള്ള തരി മാത്രമാണ്, ഉള്ളത്തെ കാമ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളമാണ് വേണ്ടത്. ഓവർ ചൂടും പാടില്ല, നേരിയ ചൂടുവെള്ളം. തണുത്ത വെള്ളം ചേർക്കരുത്. നേരിയ ചൂടുവെള്ളമാണ് ഇതിൽ ചേർക്കേണ്ടത്. നല്ല ചൂടുള്ള വെള്ളവും ചേർക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഇത് വെന്തൊടിഞ്ഞ് മോശമായി പോകും. ചെറിയ ഒരു ചൂടുള്ള രൂപത്തിലുള്ള വെള്ളം ചേർത്ത് നല്ല പോലെ ഒന്ന് ഇത് മിക്സ് ചെയ്ത്. ഇപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അടിച്ച് വെക്കാം. ഒരു 20 മിനിറ്റ് സമയമാണ് ഇത് അടിച്ച് സൂക്ഷിക്കേണ്ടത്. ഏറ്റവും കുറഞ്ഞ 20 മിനിറ്റ് നമുക്ക് അടിച്ച് സൂക്ഷിക്കണം. ഇപ്പോൾ 20 മിനിറ്റ് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഒന്ന് തുറന്നിട്ട് ഈ രൂപത്തിലാണ് നമ്മുടെ മാവ് ഉണ്ടാവുക. ഒന്നും കൂടെ ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. ഇനി കൂടുതൽ ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ സ്വല്പം വെള്ളം ചേർത്ത് കൊണ്ട് നമുക്ക് പിന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. എണ്ണ ചൂടായ ശേഷം അതിൽ ഇതേ രൂപത്തിൽ നമ്മൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ രൂപത്തിൽ തന്നെ ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു ഏകദേശം ഒരു മീഡിയം ചൂടിലായിരിക്കണം നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് മെല്ലെ മെല്ലെ നമുക്ക് എണ്ണ തൂവി കൊടുക്കണം. അങ്ങനെ എണ്ണ തൂവി കൊടുത്താൽ പെട്ടെന്ന് പൊള്ളി നല്ല നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഉഷാറുള്ള നല്ല അപ്പങ്ങളായി കിട്ടും. വൈകുന്നേര സമയത്ത് ഇത്തരം ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന മറ്റു പലഹാരങ്ങളെക്കാളൊക്കെ ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ വെച്ച് നാം ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഈ രൂപത്തിൽ നമ്മൾക്കൊന്ന് ചെയ്തു നോക്കുക. ഞാനിവിടെ ഇത് പറഞ്ഞത് മറ്റൊരു കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ്. മുമ്പ് ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ ഓരോ സമയത്തും ബിസ്മി ചൊല്ലുന്നതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ താഴെയുണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്തല്ലോ. നിങ്ങൾക്കതെടുത്ത് കാണാവുന്നതാണ്. എവിടെയൊക്കെയാണ് ബിസ്മി എന്നത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലണമെന്ന് നമുക്കറിയാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ അൽഹംദുലില്ലാ എന്നും പറയുക എന്നുള്ള സുന്നത്താണ്. എത്ര പേര് അത് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ബിസ്മി ഒരു പക്ഷേ ചെയ്യുന്നവരും അവസാനം അൽഹംദുലില്ലാ പറയാൻ വളരെ മടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുണ്ടാവരുത്. തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക, അവസാനത്തിൽ അൽഹംദുലില്ലാ എന്ന് പറയുകയും ചെയ്യണം. ഇനി ഒരാളോട് ബിസ്മി ചൊല്ലാൻ മറന്നുപോയാൽ എന്ത് ചെയ്യും? തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നു, ഇടയ്ക്ക് വെച്ച് അയാൾക്ക് ഓർമ്മ വന്നു, പടച്ചോനെ ഞാൻ ബിസ്മി ചൊല്ലാതെയാണല്ലോ ഈ ഭക്ഷണം കഴിച്ചത്. ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചാൽ പിശാച് കൂടെ കഴിക്കുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ കഴിക്കുന്ന ഈ ഭക്ഷണത്തിൽ പിശാചിന് അങ്ങനെ ശക്തി കൂടാൻ പാടില്ല, അതുകൊണ്ട് എൻ്റെ ഭക്ഷണം പിശാചിന് കൊടുക്കരുത് എന്ന് ചിന്തിക്കുന്ന ഓരോ മനുഷ്യനും ഉടൻ തന്നെ ചൊല്ലേണ്ടത് ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്ന് ചൊല്ലണം. ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്ന് ചൊല്ലുകയാണ് വേണ്ടത്. അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ നാമത്തിൽ ആദ്യം മുതൽ അന്ത്യം വരെ ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നു എന്നാണ്. ഇങ്ങനെ പറയൽ സുന്നത്തുമാണ്. എല്ലാവരും ഒന്നിച്ചിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വീട്ടിൽ ഐക്യമുണ്ടാവാൻ ഏറ്റവും നല്ലതാണ്. അങ്ങനെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ
ബിസ്മി ചൊല്ലുന്നതും അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഹംദ് ചൊല്ലുക എന്നുള്ളതും ഇത് രണ്ടും കൂടെ ഇരിക്കുന്ന ആളുകൾ കേൾക്കുന്ന രൂപത്തിൽ ഒരാൾ ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. ആദ്യം ബിസ്മി ചൊല്ലുന്ന ആൾ അല്പം ശബ്ദത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. അപ്പോൾ മറന്ന ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി അത് ഉപകാരപ്പെടും. അങ്ങനെ ചെയ്യൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെ ഉറക്കെയാണ് ആദ്യത്തെ ആൾ ചൊല്ലേണ്ടതെന്ന് ആദാബുൽ അക്കൽ എന്ന വിഷയം പറഞ്ഞിട്ടുണ്ട്. അത് ഭക്ഷണത്തിൻ്റെ ഒരു മര്യാദയാണ്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അങ്ങനെ ഒരാൾ ബിസ്മി ചൊല്ലുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഇനി ബിസ്മി ഒരാൾ മറന്നു പോയി എന്ന് വിചാരിക്കുക. തീരെ ബിസ്മി ചൊല്ലിയില്ല, തുടക്കത്തിലും ബിസ്മി ചൊല്ലിയില്ല, അതിനിടയ്ക്ക് വെച്ച സമയത്തും ബിസ്മി ചൊല്ലിയില്ല, ബിസ്മി ചൊല്ലാൻ തന്നെ അയാളോട് മറന്നുപോയി. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പടച്ചോനെ ഇനി ഞാൻ എന്താ ചെയ്യുക എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ടാവും. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചിരുന്നു, തുടക്കത്തിൽ ബിസ്മി മറന്നാൽ ഇടയ്ക്ക് വെച്ച് ഓർമ്മ വന്നാൽ ബിസ്മില്ലാഹി അവ്വലുഹു ആഖിറുഹു എന്ന് പറയും എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ കിതാബിലുണ്ട്. എന്നാൽ ഉസ്താദെ അങ്ങനെ തീരെ ബിസ്മി ഓർമ്മ വന്നില്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാ ചൊല്ലാൻ മറന്നുപോയി ഒന്നുമില്ല, അൽഹംദുലില്ലൊക്കെ ചൊല്ലി എപ്പോഴാണ് മനസ്സിലാവുന്നത് തുടക്കത്തിൽ ഞാൻ ബിസ്മി ചൊല്ലാൻ വിട്ടുപോയിട്ടുണ്ടല്ലോ. ഇങ്ങനെ ആയാൽ എന്താണ് ചെയ്യേണ്ടത്? അവിടെ അദ്കാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അങ്ങനെ ഒരാൾ ബിസ്മി മറന്നുപോയാൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ശേഷമാണ് ബിസ്മി ഓർമ്മ വന്നതെങ്കിൽ അയാൾ സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ ഓതണം എന്ന്. അതായത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന ചെറിയ സൂറത്ത് നമുക്കൊക്കെ ബൈഹാറ്റുള്ള സൂറത്തുൽ ഇഖ്ലാസ്, ആ സൂറത്ത് ഒരു തവണ ഓതുകയാണ് അവൻ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് അതിനുള്ള മറുപടിയായി അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഗ്രാമവാസിയായ ഒരാൾ കടന്നു വരികയും അവിടെയുള്ള ഭക്ഷണം 2 ഉരുളയായി അങ്ങ് അകത്താക്കുകയും ചെയ്തു. ബിസ്മി ഒന്നും ചൊല്ലിയില്ല. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തെ, ഇയാൾ ബിസ്മി ചൊല്ലിയായിരുന്നു കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊക്കെ ഈ ഭക്ഷണം തികയുമായിരുന്നു, അത്രമാത്രം ബറക്കത്ത് ഈ ഭക്ഷണത്തിനുണ്ടാകുമായിരുന്നു. എന്നാൽ ഒരാൾ ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചു എന്നതുകൊണ്ടാണ് ഇതിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അവാരിഫുൽ മആരിഫ് എന്ന കിതാബിൽ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അപ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ച ഇത്രയേ ഉള്ളൂ. ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ കഴിക്കുമ്പോൾ തുടക്കത്തിൽ ബിസ്മിയും അവസാനത്തിൽ ഹംദും ചൊല്ലാൻ മറക്കരുത്. ഇനി ഇടയ്ക്ക് വെച്ച് ഓർമ്മ വന്നാൽ തുടക്കത്തിൽ ചൊല്ലിയിട്ടില്ലെങ്കിൽ ബിസ്മില്ലാഹി അവ്വലുഹു ആഖിറുഹു എന്ന് പറയണം. ഇനി തീരെ ഓർമ്മ വന്നില്ല, അവസാനമാണ് ഓർമ്മ വന്നെങ്കിൽ, ഭക്ഷണം കഴിച്ച ശേഷമാണ് ഓർമ്മ വന്നതെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ ചൊല്ലാൻ നാം ശ്രമിക്കണം. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുമില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നതുകൂടെ നിങ്ങൾ അമർത്തിയാൽ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അതുകൊണ്ട് സാധ്യമാകും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ.